ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ക്ലോവിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ഞാൻ ക്ലോവിനെ ഒരു സലൂണിൽ കൊണ്ടുപോകുന്നുണ്ട്. ക്ലോവിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ലോങ് നെയിൽസ്. അപ്പോൾ ഞാൻ ഓർത്ത് അത് തന്നെ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ കൂടെ, ഐ മീൻ വൺ ഓഫ് ദ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്, അവളെ നെയിൽസ് സലൂണിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് 2 o'clock-നാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കറിയാക്കണം. പിന്നെ ഇതുപോലെ ഇത് കണ്ടോ, ചീര മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീക്കെൻഡിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അങ്ങനെ പോകുന്നു. ക്ലീനിങ്, കുറേ പരിപാടികളുണ്ട്. ഇന്ന് സാറ്റർഡേ ആയിട്ട് കുറേ പരിപാടികൾ സാറ്റർഡേ കഴിച്ചു വെച്ചാൽ പിന്നെ സൺഡേ കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പോത്തോസിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റി. നോക്കണേ, ഇത് മേളിലേക്ക് ഇവിടെ വെച്ചു. അത് ശരിക്കും ഞാൻ താഴെ വെച്ചിരുന്നതാണ്. അതിപ്പോൾ ഞാൻ എടുത്ത് മേളിൽ വെച്ചു. കാര്യം മേളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വളരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കറിയില്ല അതിനിപ്പോൾ സൺലൈറ്റ് കിട്ടാതെ എന്തെങ്കിലും സംഭവിക്കുമെന്നറിയില്ല. ബിക്കോസ് ഞാൻ അതിനകത്തൊരു ലീഫ് യെല്ലോ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിനൊന്ന് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ വേറെ ഒരു പോത്തോസ് ഇതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ്, ഇത് കണ്ടോ, എന്ത് ക്യൂട്ടാ അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഞാനിവിടെ വന്ന സമയത്ത് വെച്ചാണ്. ഒരു വർഷം ഒരു ലീഫേ, പിറ്റേ വർഷം ഈ ലീഫ്. കാര്യം അതിനകത്ത് ആകെ ഇച്ചിരി ഉള്ളൂ, കുറച്ച് മണ്ണും. ബട്ട് സ്റ്റിൽ ഇറ്റ് സർവൈവ്. കാര്യം മിനിമം സാധനങ്ങൾ കൊണ്ട് പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ചീര മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടുത്തെ ചീര. ഇത് കണ്ടോ, ഇത് ശരിക്കും ബേബി സ്പിനച്ചാണ്. ബേബിയാണത്. കണ്ടോ, പ്രീ വാഷ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യുന്നില്ല. സാലഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം റെഡിയാക്കി കേട്ടോ. ചീര ഉപ്പേരി ഉണ്ടാക്കാൻ, ചീര മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈക്കം ഭാഗത്തേക്കൊക്കെ നമ്മളിങ്ങനെ ചീര ഇങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാറില്ല കേട്ടോ. കൂടുതലും നമ്മൾ ചീര തോരന ഉണ്ടാക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് അവർ കൂടുതൽ ഈ മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർ കൂടുതലും സാധനങ്ങൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. അതിനവർ ഉപ്പേരി എന്നാണ് പറയണത്. അപ്പം ഞാൻ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നു. കടുകിട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ മറ്റേ എന്താ പൊട്ടുകടലയും കൂടി മിക്സായിട്ട് കിടക്കുക. ദാറ്റ് ഈസ് ഓക്കെ. അത് ശരിക്കും നല്ല ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. കടുക് ഇങ്ങനെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനകത്തുള്ളത് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റണം. ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു മൂടി പിടിച്ച വെതറാണ്. അത്ര അധികം സണ്ണിയല്ല. എനിക്കിഷ്ടമായി വെതർ. ചില ദിവസങ്ങളിലൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ വെതറിൽ ഇങ്ങനെ നിന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലടിച്ചാൽ മൈഗ്രെയിനൊക്കെ പ്രശ്നമുള്ള ഒരാളങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്ക് വെയിൽ അങ്ങനെ അത്ര ഒരുപാട് ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ ചില ദിവസങ്ങളിൽ എനിക്ക് എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും പാർക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഒന്ന് ബ്രൈറ്റായിട്ട് ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം അങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗണായി വരുന്നുണ്ട്. ബ്രൗണായി വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേറെ പൊടി ഒന്നും വേണ്ട കേട്ടോ ഇതിനകത്ത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഞാൻ പാപ്രിക്കയാണ് ഇടുന്നത്. കാര്യം കുട്ടികൾക്ക് പറ്റിയാൽ അവർക്ക് ചോറിൻ്റെ കൂടെ ഒത്തിരി കൊടുക്കാമല്ലോ. അവരായിട്ട് കഴിക്കില്ല. ചോറ് ഞാൻ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് വാരി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ അധികം എരിവിടുന്നില്ല. കാര്യം പച്ചമുളകും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കാണ് എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടും. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കണ്ടോ മുറിച്ച് വെച്ചേക്കുന്ന ചീര ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കണേ. കുറച്ചുകൂടി ഇടാം. ചിലപ്പോൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റീം ആകാനായിട്ട് വെയിറ്റ് ചെയ്യണം. കാര്യം എങ്കിൽ മാത്രമേ അതൊന്ന് താഴത്തേക്ക് പോവുള്ളൂ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി അടുത്ത ലെയർ വെച്ച് അത് ജസ്റ്റ് ഒന്ന് ഞാൻ അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയത് അപ്പോഴേക്കും ഇത്രയായി. അതാണിപ്പോൾ 2 എന്താ പറയുക ബാഗ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഇതൊന്ന് സ്റ്റീമായി കഴിഞ്ഞാൽ ഇതങ്ങ് താഴും കണ്ടോ. എന്നിട്ട് പിന്നെ അടുത്ത ബാച്ച് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മേളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതലുണ്ടാവും കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ഞങ്ങൾ പിന്നെ ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ. കാര്യം ഹെൽത്തി ആണെങ്കിലും എന്താ പറയുക വീക്ക് ഡേയ്സിൽ അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല. അപ്പോൾ പുറത്ത് ചീര റെഡി ആകുന്ന സമയത്ത് ഇന്നലെ ഞാൻ കാണിച്ചില്ലേ എന്താ പറയുക ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ ബീഫിനെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മിക്കവാറും ഞാൻ എന്താ പറയുക പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് പോയി വന്നതിന് ശേഷമേ ഇത് ശരിയാക്കുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. നോക്കുക നമ്മുടെ നെയ്ക്കത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഏട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തു. കാര്യം ഞാൻ ആ ബീഫൊക്കെ ഒന്ന് പുറത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളക് പിന്നെന്താ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. പിന്നെ ഇച്ചിരി കൂടി ഉപ്പ് വേണം. ഇത്രയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ബീഫ് കൂടി അങ്ങ് വേവിച്ച് വെക്കാം. ഏകദേശം ആയിട്ടൊന്നല്ലേ. All right, everyone. Here is our birthday girl, Chloe. Happy birthday, Chloe. അപ്പം ഞങ്ങൾ ക്ലോവിനെ കൊണ്ട് അഗസ്റ്റ മള്ളി പോവാണ്. എന്നിട്ട് ക്ലോവിക്ക് ഇഷ്ടമുള്ള 1-2 സാധനങ്ങൾ വാങ്ങണം. പിന്നെ യെസ് ദാറ്റ് ഈസ് ആഫ്റ്റർ അവർ ലഞ്ച്. എന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ലഞ്ച് കഴിക്കും. കണ്ടില്ലേ ഏട്ടൻ്റെ ഡാർക്ക് ഷർട്ട്. പോപ്സ് ഓക്കെ. ഓൾറൈറ്റ്. എനിക്ക് ആക്ച്വലി വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്ന് സുഖമായിട്ട് പോകാൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ. ശരി, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഇതാകുമ്പോൾ നമ്മളങ്ങ് റിലാക്സ് ചെയ്ത് പോവാം. ചിലപ്പോൾ ഞാനങ്ങ് ഉറങ്ങിയും പോകും കേട്ടോ. കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോകും. ഓ എന്താ Sit down. Dạ, chụp cho nó. Long lên cho mình.
I cannot eat the whole. ക്ലോവിയുടെ നെയിൽസ് കാണിച്ചേ. അതിനകത്ത് എന്തോ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലേ, എന്താ അത്? Above. Above. Can you get a This fork? is mine. Can you get a fork? അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഏട്ടനൊരു ചായ ഉണ്ടാക്കി തന്നു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് എനിക്ക് ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശരിക്കും അവർ നന്നായിട്ട് നെയിൽ ചെയ്തു കേട്ടോ. ഞാൻ അത്ര ഇതായിട്ട് ചെയ്തില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക് പ്ലേസിൽ അങ്ങനെ നെയിൽ പോളിഷ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ചെയ്തില്ല. പക്ഷേ ക്ലോവിയുടെ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ക്ലോവി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിന്നെ എന്തായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മേസീസ്, അങ്ങനെ 1-2 ഷോപ്പിംഗ്. പിന്നെ അതിനിടയ്ക്ക് ക്ലോവിയുടെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾമാർട്ടിൽ പോയി. പിന്നെ ഡോളർ ട്രീയിൽ പോയി. അങ്ങനെ കുറച്ചേറെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു, കുളിച്ചു. അപ്പോഴത്തേക്ക് ഏട്ടനൊരു ചായ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര മടി കേട്ടോ. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ കുക്കിങ്ങും പരിപാടിയൊക്കെ കിടക്കുന്നു. 6 മണിയാകുകയും ചെയ്തു. നാളെ ചെയ്യണോ ഇന്ന് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനാണ്. അത് ബീഫ് ആക്ച്വലി ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഞാൻ വെച്ചിട്ട് എത്രയോ വർഷങ്ങളായെന്നറിയാമോ. ബീഫ് ഉണ്ടാക്കിയേ ഇല്ല. കാര്യം ഇവിടെ ആരും കഴിക്കില്ല. ഏട്ടനും പിള്ളേരൊന്നും കഴിക്കില്ല. ഞാൻ നാട്ടിൽ വെച്ചിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ബീഫൊന്നും അങ്ങനെ കഴിക്കില്ല. ഐ മീൻ ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ അത്ര വലിയ ഇതില്ല. അപ്പോൾ അത് പക്ഷേ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ദിവസം എന്തൊരു ബീഫിൻ്റെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനെ ബീഫ് കഴിക്കണം എന്നൊരു പൂതിയാണ്. പിന്നെ ഞാൻ ഓർത്ത് അന്ന് ഉണ്ടാക്കുന്നത്. സത്യം പറയാമല്ലോ, നമ്മളൊരു കടയിൽ പോയിട്ട് വാങ്ങി ഉണ്ടാക്കി കഴിക്കുമ്പോൾ കടയിൽ പോയിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ട് കഴിക്കുമ്പോൾ എളുപ്പമാട്ടോ. പക്ഷേ എല്ലാം ഉണ്ടാക്കി കഴിക്കാറ് ഭയങ്കര മടിയാണ്. എന്നാലും ഇനിയിപ്പോൾ പണിയൊക്കെ ഉണ്ട്. ഓരോന്നൊക്കെ പതുക്കെയായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബീഫിനുള്ള മസാല ഉണ്ടാക്കുകയാണ്. ഞാൻ മസാല പുറത്തുനിന്ന് വാങ്ങുന്നില്ല. വാങ്ങുന്ന മസാല അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ്. ഈ മസാല സക്സസ്ഫുൾ ആയാൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഈ മസാല എങ്ങനെയാണ് അതിൻ്റെ ചേരുവ എങ്ങനെയാണെന്നും. ഒരു തുള്ളി നോർമൽ നമ്മുടെ ജീരകവും കൂടി ഇടണം. നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണേ. നമുക്ക് പുറത്ത് നോക്കാൻ നല്ല ഭംഗിയല്ലേ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് എന്തിഷ്ടം ഇങ്ങനെ ഈ സമയത്തോട്ട് നിൽക്കാൻ. ബേർഡ്സിൻ്റെയൊക്കെ കരച്ചിൽ കേട്ടോ. കുക്കറിൽ നേരത്തെ വെച്ചിരുന്നല്ലേ ബീഫ്. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. പിടിച്ച് നോക്കട്ടെ. ഐ തിങ്ക് ഇറ്റ് ഈസ് കുക്ക്ഡ് വെൽ. ഞാനിവിടെ സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും ഓൾറെഡി ബീഫിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കുന്നതുകൊണ്ട് സവോള വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ പൊടികളും ഇട്ട് ഇതിങ്ങനെ പുരട്ടിയെടുക്കാം. അതിന് ഓവറായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏട്ടനൊന്ന് ട്രൈ ചെയ്യുക പോലുമില്ല. ഏട്ടൻ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങനെ ഓവറാകുന്നത് ഇഷ്ടമല്ല. അതിനിടയ്ക്ക് കണ്ടോ പാത്രം മാറ്റേണ്ടി വന്നു. ക്ലോവി അതിനിടയ്ക്ക് വിളിച്ചിട്ട് അവൾക്ക് സ്നാക്ക് വേണമെന്ന് പറഞ്ഞേ. ശരിക്കും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. തിരിച്ചു വരുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലൊന്ന് കരിയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ ഇനി ആ പാത്രത്തിൽ ചെയ്യണ്ട. അപ്പോൾ ഞാൻ പക്ഷേ ഉള്ളിക്ക് അങ്ങനെ വലിയ ബേൺ ഇതൊന്നുമില്ല. ടേസ്റ്റൊന്നും എൻ്റെ മണമൊന്നും വരുന്നില്ല. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ചു. കുഴപ്പമില്ല. ഇതാ പറയാം, നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ സംഭവിക്കും. ദാറ്റ് ഈസ് ഓക്കെ.
മാത്രമല്ല ഞാൻ എല്ലാ എൻ്റെ കുക്കിങ്ങും പുറത്താണ് ചെയ്യുന്നത്. പുറത്ത് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നമ്മൾ ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അതുകൊണ്ട് വളരെ കെയർഫുള്ളാണ്. അടുപ്പത്ത് എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ ടൈമർ വെക്കും. ഇൻ കേസ് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വഴഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില എടുക്കണം. അതിന് ശേഷം മസാല ഞാൻ പൊടിക്കുകയാണ്. കുറച്ച് വെക്കാം തീയെ. മസാല ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നിട്ട് ആ മസാല അതിനകത്തേക്ക് ഇടാം. ഹേ ക്ലോവി, ഓൾറൈറ്റ്. അപ്പം നല്ല ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ 4 തക്കാളി ഇടുകയാണ്. അതിൻ്റെ ഒപ്പം ഒരു കറിവേപ്പില അലങ്കരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 3 കറിവേപ്പിലയുടെ തണ്ട് ഇട്ടു. തണ്ടല്ല, വേപ്പില ഇട്ടു. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോഴേക്കും പൊടികളിടാം. ഓക്കെ, അപ്പോഴേക്കും ഞാൻ കുറച്ച് പാപ്രിക്ക ഇട്ടു. മുളക് പൊടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് മുളക് പൊടി ഇട്ടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അതിന് മുന്നേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. ഇനി ഈ പാപ്രിക്ക ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം ശരിക്കും പോകണം. എന്നിട്ട് വേണം എനിക്ക് ബാക്കി മസാലപ്പൊടികൾ നമ്മൾ പൊടിച്ച് വെച്ച സാധനം ഇടാനായിട്ട്. ആക്ച്വലി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊടി സക്സസ് ആയെന്നാണ് തോന്നുന്നത്, അറിയില്ല. പക്ഷെ അത് ബീഫൊക്കെ കൂടി ഇട്ട് പിന്നെ അത് ഇരട്ടി റെഡിയാവുമ്പോൾ അറിയാം. ഓക്കെ, ഇത് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് അങ്ങോട്ട് ശരിക്കും കിടിലൻ ബീഫ് കറിയുടെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനൊന്നും കഴിക്കില്ല. ഇപ്പം ഏട്ടൻ ചോദിക്കായിരുന്നു ഇതൊക്കെ ആര് കഴിച്ചു തീർക്കുമെന്ന്. ഏട്ടനെന്ത് പേടി പോലെ ഞാനൊരുപാട് ഏട്ടനോട് കഴിക്കാൻ പറയുമെന്ന് വിചാരിച്ച്. നോക്ക് ഇപ്പം എങ്ങനെയാണ് നോക്ക് നമ്മുടെ ബീഫ്. പുറത്ത് പൂര ഇരുട്ടായി കേട്ടോ. പക്ഷെ എങ്കിലും അങ്ങനെ ഒരുപാട് സമയം എടുത്തില്ല. അയ്യോ, അവിടെ കുറച്ച് എനിവേ ഞാനൊന്നുകൂടി എനിക്ക് പാത്രം മാറ്റേണ്ടി വന്നു. കാര്യം മറ്റേ പാത്രത്തിൽ നോൺ സ്റ്റിക്കിൽ വേണം ഇത് ഡ്രൈ ആക്കാനായിട്ട് ബീഫ്. ഞാൻ ഓർക്കുമായിരുന്നേ എൻ്റെ അനിയനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. കാര്യം അവർ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ആകെപ്പാടെ ഞാനിത് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. കുറച്ച് ലെമൺ ജ്യൂസ്, അടിപൊളി കേട്ടോ. ആ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചപ്പോൾ ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി ഗുഡ്, റിയലി ഗുഡ്. ഇനി എനിക്ക് അടുത്ത തവണ ഇവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അത് ശരിക്കും എനിക്ക് ട്രൈ ചെയ്യണം. കാര്യം എനിക്ക് ഈ മസാല പുറത്തുനിന്ന് വാങ്ങുന്ന മസാല എനിക്ക് അത്ര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നിനും എങ്ങനെ എനിക്ക് വീട്ടിൽ മസാല ഉണ്ടാക്കി സ്റ്റാൻഡർഡൈസ് ചെയ്യാനേ. ഇപ്പോൾ സാമ്പാറിൻ്റെ കേസിൽ ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്തു. സാമ്പാറിന് ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് മസാല വാങ്ങൽ കംപ്ലീറ്റ് നിർത്തി. ഇപ്പോൾ ഇനി എനിക്ക് ചിക്കൻ്റെ മസാല കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ കണ്ടുപിടിച്ച് അതുണ്ടാക്കി നോക്കണം.
അങ്ങനെ നോക്ക്, കിടിലൻ ബീഫ്. ഇത് റോസ്റ്റ് എന്നാണോ ബീഫ് ഫ്രൈ എന്നാണോ പറയേണ്ടതെന്നറിയില്ല. പക്ഷേ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അതിനകത്തുള്ള ഫാറ്റൊക്കെ തന്നെയാണ് വന്നത്. എണ്ണ ഒഴിച്ചു, മറ്റേ നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റാൻ നേരത്തെ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ. നല്ല എല്ലാം വിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇതിനകത്ത് ആകെ ഞാനിപ്പോൾ മിസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത്. എൻ്റെ മനസ്സിൽ ഞാൻ ആക്ച്വലി ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോഴത്തേക്കും നോക്കിയേ, അവിടെ ഇല്ലായിരുന്നു. കണ്ടോ കണ്ടോ, വെറുതെ കറിവേപ്പില ഞാനിവിടെ അലങ്കാരത്തിന് വെച്ചതാണ്. മീനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇവിടെ ഏട്ടനാണെങ്കിൽ മീൻ നന്നായിട്ട് ഡ്രൈ ആയിരുന്നു. വറുക്കാറില്ല, വറുത്താൽ കഴിഞ്ഞ മണിക്കൂർ മീൻ വറുത്ത ചാള വാങ്ങുമ്പോൾ ദിവസം ഞാൻ തന്നെ കൂട്ടേണ്ടിരുന്നു. ഇവിടെ ആർക്കും അത്ര വലിയൊന്നും ഇഷ്ടമല്ല. ഏട്ടനോടെ മൂണിനെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് വിളിച്ചു. നമുക്ക് വീട്ടിൽ നിന്ന് മൂണിനെ, ഓ നോക്ക്, വാവ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടി ഒന്ന് സൂമായിട്ട് കേട്ടോ. എൻ്റെ ഫോണിൽ അത്രയും സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓയാ, ഇറ്റ് സോ പ്രിറ്റി. എന്തോ ഒരു സാധനം ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെ അല്ലേ. Oh my god, it's upstairs. You know what? I can't come here for that. അപ്പോൾ ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലായിടവും ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ പുതിയ എന്താ ഒരു സെൻറ്റ് മറ്റേ ഇവിടുന്ന് ബാത്താൻ പൊടിയിൽ നിന്ന് വാങ്ങിയതാണ്. കോക്കനട്ട് സാൻഡൽവുഡ് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. കോക്കനട്ടും എൻ്റെ ഫേവറേറ്റാണ്, സാൻഡൽവുഡും എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അൺഫോർച്ചുനേറ്റ്ലി അവർക്കിതിൻ്റെ റൂം സ്പ്രേ ഒന്നും ഇല്ലാന്നേ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ബിക്കോസ് എനിക്ക് റൂം സ്പ്രേ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. കോക്കനട്ട് സാൻഡൽവുഡ് പക്ഷെ മണം അപാരാട്ടോ. എനിക്ക് എല്ലാ സാധനങ്ങളും സാൻഡൽവുഡിൻ്റെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. നമ്മുടെ നാട്ടിൽ ആ പഴയ ഒരു ശീലമായി, അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ചന്ദനത്തിൻ്റെ ആ മണം കിട്ടിയിട്ട് അത് തന്നെയാണ് എപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്മെല്ലെന്ന് പറയണത്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ വന്നു കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ ക്യാൻഡിലിങ്ങനെ കത്തിച്ച് വെക്കും. അതുപോലെ ഞാൻ കുറച്ചേറെ സാധനങ്ങൾ ഇത്തവണ ബാത്താൻ ബോഡിയിൽ നിന്ന് വാങ്ങി കേട്ടോ. ബാത്താൻ ബോഡിയിൽ ഇത്തവണ പുതിയതായിട്ട് കണ്ട 1-2 സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, പൈനാപ്പിൾ മാംഗോ. കണ്ടോ, പൈനാപ്പിൾ മാംഗോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് വാട്ടർ വേവ്സ്. പിന്നെ ഏതാണ്, വാനില കോക്കനട്ട്, ഓഫ് കോഴ്സ് കോക്കനട്ട്. സ്പാർക്കിളിങ് വാട്ടർ മെലൺ. പിന്നെ വാം വാനില ഷുഗർ. അതെൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റാണ്, വാനില ഷുഗർ. പിന്നെ ഇതിനകത്ത് ഞാൻ ശരിക്കും ട്രൈ ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് പൈനാപ്പിൾ മാംഗോയാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കി. അവർക്ക് ടെസ്റ്റ് സാമ്പിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബാദാം ബോഡി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചെറിയ ഹാൻഡ് ക്രീമുകളുണ്ടല്ലോ, ഇങ്ങനത്തെ കുഞ്ഞി ഹാൻഡ് ക്രീം. ശരിക്കും അത് $8.95 ആണ്. അങ്ങനത്തെ ഹാൻഡ് ക്രീമുകളെല്ലാം $2 കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ഹാൻഡ് ക്രീം കാര്യം എനിക്ക് വണ്ടിയിൽ വെക്കണം, ഓഫീസിൽ വെക്കണം, പിന്നെ ബെഡ്റൂമിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മിസ്റ്റ്, കണ്ടോ,
ഇത് വണ്ടിയിലേക്കാട്ടോ. എനിക്ക് എസെൻഷ്യൽ ഓയിൽ മിസ്റ്റ് വണ്ടിയിൽ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു നല്ല മണം ഉണ്ടാകും. എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് മണമൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പണ്ടൊക്കെ ഞാനിങ്ങനെ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ല മണമുള്ള പെർഫ്യൂമുകൾ അടിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം അടിക്കാനായിട്ട് അന്ന് പെർഫ്യൂം വാങ്ങാനൊന്നും കാശില്ലല്ലോ. അപ്പം വല്ലതൊക്കെ കിട്ടുമ്പം അയ്യോ നല്ല മണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അടിക്കും. കിട്ടുന്ന എല്ലാ മണവും അടിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു പെർഫ്യൂം ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏട്ടൻ എനിക്ക് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നൊരു പെർഫ്യൂമുണ്ട്. ഓ മൈ ഗോഡ്, ആക്ച്വലി അത് ഇപ്പോഴും ഏട്ടൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോഴും അത് ഏട്ടൻ്റെ വീട്ടിലുണ്ട്. അത് എടുക്കണമായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അച്ഛൻ കുളി കഴിഞ്ഞിട്ട് ഈ പെർഫ്യൂം തലയിലടിക്കുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്ത് പെർഫ്യൂം തലയിലടിക്കണം? ഇല്ല മോളെ, നല്ല മണം ഇതിനെന്ന്. ശരിക്കും ഒരു അപാര മണം കേട്ടോ. ജർമ്മനിയിൽ നിന്നൊക്കെ നമുക്ക് പെർഫ്യൂം കിട്ടുമ്പോൾ ഭയങ്കര നല്ല മണമാണ്. അത്രയും നല്ല ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എങ്കിൽ അത്രയും നല്ലത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു സാൻഡൽവുഡിൻ്റെ ഒരു ജിൽ സാൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പെർഫ്യൂം, അത് നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ അതെൻ്റെ നല്ല ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ പെർഫ്യൂം അടിക്കുന്ന ആ ഒരു ഇത് കംപ്ലീറ്റ് മാറി. ഇപ്പം ഫുള്ളി നാച്ചുറൽ ആയ പോലെ. കാര്യം വെച്ചാൽ അധികം പെർഫ്യൂമിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റില്ല. ഓൾ റൈറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. എനിക്കിതുവരെ മണം കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. നോക്കട്ടെ. ഇറ്റ് സ്മെൽ സോ ഗുഡ്. ശരിക്കും അതിനകത്ത് കോക്കനട്ട് സാൻഡൽവുഡ് ആയാലും സാൻഡൽവുഡിൻ്റെ മണമാണ് ശരിക്കും നന്നായിട്ട് കിട്ടുന്നത്. ഏട്ടനും സാൻഡൽവുഡിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.